എന്താണ് സ്പെഷ്യല്? ഗിഫ്റ്റ് ഒക്കെ നീ പോന്നെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്നായത് ഞാൻ ഓർത്തില്ല കേട്ടോ. ശരിക്കും ഞാൻ ഗിഫ്റ്റ് തരുന്നതിന് വരെ അവള് നമുക്ക് ഗിഫ്റ്റ് അടിപൊളി ഗിഫ്റ്റ് ആണെന്നോ? ഞാൻ അപ്പൊ ഞാനുണ്ടല്ലോ, ഇവള് നമ്മുടെ വീഡിയോസ് കാണുന്ന കസ്റ്റമേഴ്സിന് കുറെ പേർക്കൊക്കെ അറിയായിരിക്കും. കാര്യം എന്റെ കൂടെ എപ്പോഴും കാണും. നമ്മുടെ ലാറോസ ഫാമിലിയിലെ ഡിസൈനർ ആയിരുന്നു. എന്റെ സ്വന്തം കുഞ്ഞനിയത്തെ പോലെ ഞാൻ കൊണ്ടുനടന്ന ആളാണ്. അപ്പൊ അമലിക്ക് കുറച്ചും കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, ഇപ്പൊ ദുബായിൽ കുറച്ചും കൂടി നല്ലൊരു പോസ്റ്റിലേക്ക് ജോലി വന്നപ്പോഴത്തേക്ക് അവൾ നമ്മുടെ പോവുകയാണ് കേട്ടോ. അപ്പൊ ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് അവളെ വിടാനും താല്പര്യമില്ല, അവൾക്കോട്ട് പോകാനും താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാനും, നമ്മൾ ഓരോരുത്തർക്കും അവരുടെ ഒരു അല്ലെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ നമ്മൾ അവരെ വിടണമല്ലോ. അവർക്ക് കൂടുതൽ ഉയരങ്ങളിലോട്ട് പോകണമല്ലോ. പക്ഷെ നല്ല കുട്ടിയായിരുന്നു, നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, എല്ലാം അടിപൊളിയാണ്. ഞങ്ങൾക്ക് വിടാനൊന്നും ഒട്ടും താല്പര്യമില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം അമലടുത്ത് പറഞ്ഞു, അമലവിടെ നിൽക്ക്, എന്താണെങ്കിലും ഞാൻ കറക്റ്റ് ചെയ്യാം, എങ്കിലും ഞാനൊന്ന് പോയി നോക്കട്ടെ, ദുബായിൽ പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പോയി നോക്കുക നന്നായിട്ട് വരട്ടെ അല്ലേ. അമലക്ക് എന്തെങ്കിലും കസ്റ്റമേഴ്സിനോട് നമ്മുടെ എന്താ പറയുന്ന തരത്തില്, ഞാൻ എന്റെ വീട് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും എൻ്റെ ഒരു ഫാമിലിയാണ് ഇവിടെ മൊത്തം ഉള്ളത്. സാറും മേഡം ആണെങ്കിലും എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ഇവിടെ. എനിക്ക് പോകാൻ തീരെ താല്പര്യമില്ല, പക്ഷെ എന്നാലും എവിടെ പോയാലും ഞാൻ തിരിച്ച് എനിക്ക് നാട്ടിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ ലാറോസ് തന്നെ വരുള്ളൂ. കാരണം എനിക്ക് അത്രയ്ക്ക് അറ്റാച്ച്മെന്റ് ആണ്. ഇത് ഷോപ്പെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, അതുപോലെ എനിക്ക്. ശരി, അപ്പൊ നമുക്ക് അമല ഇമോഷണൽ ആകുവാണ്. അപ്പൊ അമല തന്ന ഗിഫ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്താൽ തുറന്നു നോക്കട്ടെ. അമല ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റുകളാണ്. അമല, താങ്ക് യു സോ മച്ച്.